students, welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 6th lecture on accounting standards. This lecture is based on accounting bodies, which is the first module in the subject accounting standards for semester 4 students of MCOM. In previous lecture, we were discussing about International Accounting Standard Board, and in this lecture, we are going to discuss about Institute of Chartered Accountants of India. Institute of Chartered Accountants of India is a statutory body which is the national professional accounting body of India. Institute of Chartered Accountants of India ഒരു statutory body ആണ് and it is the national professional accounting body of India. ICAI was established by an Act of Parliament on July 1, 1949. Institute of Chartered Accountants of India established ചെയ്തത് July 1, 1949 ആണ് and it is established by an Act of Parliament. പാർലമെൻറ്റിൻ്റെ ഒരു ആക്ട് പ്രകാരമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ICAI is functioning under Ministry of Corporate Affairs, Government of India. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ് ബോഡി ഇൻ ദ വേൾഡ് ഇൻ ടേംസ് ഓഫ് മെമ്പർഷിപ്പ് ആഫ്റ്റർ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. ICAI ഇൻ ടേംസ് ഓഫ് മെമ്പർഷിപ്പ് വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ് ബോഡിയാണ് ആഫ്റ്റർ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അതായത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിന് ശേഷം ഇൻ ടേംസ് ഓഫ് മെമ്പർഷിപ്പ് ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ് ബോഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയാണ്. ICAI is the only licensing cum regulating body of the financial audit and accountancy profession in India. ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഓഡിറ്റിൻ്റെയും അക്കൗണ്ടൻസി പ്രൊഫഷൻ്റെയും ലൈസൻസിങ് കം റെഗുലേറ്റിംഗ് ബോഡിയാണ് ICAI. It is solely responsible for setting the auditing and assurance standards to be followed in the audit of financial statements in India. ഇന്ത്യയിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഓഡിറ്റിൽ ഫോളോ ചെയ്യേണ്ട ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് സ്റ്റാൻഡേർഡ്സിൻ്റെ സെറ്റിങ്ങിൽ ICAI ഈസ് സോൾലി റെസ്പോൺസിബിൾ. ICAIക്കാണ് ഈ സ്റ്റാൻഡേർഡ് സെറ്റിങ്ങിൻ്റെ സോൾ റെസ്പോൺസിബിലിറ്റി. ICAI also issues other technical standards like standards on internal audit, corporate affairs standards, etc. to be followed by practicing chartered accountants. Institute of Chartered Accountants of India പ്രാക്ടീസിംഗ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഫോളോ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് ഓൺ ഇൻറ്റേർണൽ ഓഡിറ്റ് SIA, കോർപ്പറേറ്റ് അഫയേഴ്സ് സ്റ്റാൻഡേർഡ് CAS ഇതുപോലെയുള്ള ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സും ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ICAI works closely with the Government of India, Reserve Bank of India and the Securities and Exchange Board of India in formulating and enforcing such standards. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുമായും ക്ലോസ്ലി വർക്ക് ചെയ്യുന്നുണ്ട് ഫോർ ഫോർമുലേഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സച്ച് സ്റ്റാൻഡേർഡ്സ്. ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതോറിറ്റീസും ഒക്കെയായി ക്ലോസ്ലി വർക്ക് ചെയ്തുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നതും ആ സ്റ്റാൻഡേർഡ്സിനെ എൻഫോഴ്സ് ചെയ്യുന്നതും. Hope you all understand about Institute of Chartered Accountants of India. Thank you.